മറ്റൊരു വാർത്ത, കോഴിക്കോട് വളയത്ത് നിർമ്മാണത്തിലിരുന്ന വീട് തകർന്ന അപകടം 2 തൊഴിലാളികൾ മരിച്ചു. തൊഴിലാളികളായ വിഷ്ണു, നവജിത്ത് എന്നിവരാണ് മരിച്ചത്. വീടിന്റെ സ്ലാബ് തകർന്നാണ് അപകടം. കൊമ്മത്തുപൊയിൽ ശ്രീജേഷിന്റെ വീടാണ് തകർന്നത്. പരുക്കേറ്റ 3 പേരെ ആശുപത്രിയിലേക്ക് മാറ്റി. അപകടത്തിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ 24-ന്. വലിയ ശബ്ദത്തോടു കൂടിയാണ്, ഭയങ്കര സൗണ്ടായിരുന്നു. പിന്നെ സ്ലാബിൻ്റെ അടിയിൽ ഒരാൾ വിട്ട് 3 പേര് പുറത്താണുള്ളത്. അവരെല്ലാം ഞങ്ങൾ സ്ലാബ് പൊക്കിയെടുത്തു ഒരാളെ. ഏറ്റവും ദൗർഭാഗ്യകരമായ ഒരു സംഭവമാണ് ഇന്ന് രാവിലെ വളയത്തുണ്ടായിട്ടുള്ളത്. വളയത്ത് മാരാങ്കണ്ടിയിൽ കൊമ്മോട്ടുപൊയിൽ നാണു എന്ന് പറഞ്ഞയാളുടെ വീടിന്റെ തേപ്പ് പണി നടന്നുകൊണ്ടിരിക്കെ 2ാം നിലയിലുള്ള സ്ലേബ് തകർന്നു വീഴുകയായിരുന്നു. കൊമ്മോട്ടുപൊയിൽ നവജിത്ത്, അതുപോലെ തന്നെ വിഷ്ണു എന്ന് പറയുന്ന 2 ചെറുപ്പക്കാരാണ് ഈ അപകടത്തിൽ മരണപ്പെട്ടിട്ടുള്ളത്. ഗുരുതരമായി പരിക്ക് പറ്റിയിട്ടുള്ള 2 പേരെ കോഴിക്കോട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങളുമായി ചേരുന്നു. അഭിജിത്ത്, ഈ അപകടം എങ്ങനെ നടന്നു എന്നാണ് പ്രാഥമികമായി നമുക്ക് മനസ്സിലാകുന്നത്? അതോടൊപ്പം ഈ അപകടത്തിൽ പരുക്കേറ്റവരുടെ ആരോഗ്യസ്ഥിതിയും എങ്ങനെയാണിപ്പോൾ? ശ്രീലക്ഷ്മി, ഇന്ന് രാവിലെ 10 മണിയോടുകൂടിയാണ് ദാരുണമായ ഈ അപകടം ഉണ്ടാകുന്നത്. ഈ ശ്രീബേഷ് എന്നയാളുടെ വീടിൻ്റെ 1ാം നിലയിൽ ഈ തേപ്പ് പണി അടക്കം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. 4 പേരായിരുന്നു ഈ ജോലിയിൽ ഉണ്ടായിരുന്നത്. ഇതിനിടയിലാണ് സൺഷെയ്ഡിൻ്റെ സ്ലാബ് തകർന്നു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അത് ഇവർക്ക് മേലേക്ക് വന്ന് പതിക്കുകയായിരുന്നു. തുടർന്ന് ഈ ശബ്ദം കേട്ടാണ് നാട്ടുകാരൊക്കെ ഓടിക്കൂടുന്നത്. ഈ നാട്ടുകാർ വരുമ്പോൾ കാണുന്ന കാഴ്ച, ഒരാൾ ഇതിനടിയിലായിരുന്നു, തൊട്ടു താഴെ, ഈ സ്ലാബിൻ്റെ തൊട്ടു താഴെയായിരുന്നു ഒരാൾ കിടന്നിരുന്നത്. ഒരാൾ സമീപത്തേക്ക് തെറിച്ചു വീണിരുന്നു. ഒപ്പം തന്നെ 2 പേർക്ക് കൂടി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഈ സ്ലാബിനടിയിലുള്ള ആൾക്കും ഒപ്പം ഈ തെറിച്ചു വീണ ആൾക്കും ഗുരുതരമായി പരിക്കേറ്റിരുന്നു. അവരുടെ മരണമാണ് നിലവിൽ സ്ഥിരീകരിച്ചിരിക്കുന്നത്. വിഷ്ണു, നവജിത്ത് എന്നുള്ളതാണ് ഈ 2 പേരുടെ പേര് വിവരങ്ങൾ. ഇതിൽ ഈ നവജിത്തിന്റെ ചേട്ടന്റെ വീടാണ് ഈ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. ശ്രീബേഷ് എന്നയാളുടെ വീടിന്റെ പണിയാണ് നടന്നുകൊണ്ടിരുന്നത്. ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ നാട്ടുകാർ ഓടിക്കൂടി എത്തിയാണ് ഇവരെ ഈ സ്ലാബിനടിയിൽ നിന്ന് പുറത്തെത്തിക്കുന്നത്. ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ 2 പേരുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. മറ്റ് 2 പേർ അവരെ നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവരുടെ പരിക്ക് ഗുരുതരമല്ല എന്നുള്ളതാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. ഒരുപക്ഷെ ഈ അപകടത്തിന്റെ കാരണം എന്നുള്ളത് നിലവിൽ നമുക്ക് പുറത്തു വരേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷെ നിർമ്മാണത്തിലെ അശാസ്ത്രീയതയൊക്കെ ആകാം ഈ സ്ലാബ് തകർന്നു വീഴാൻ ഇടയാക്കിയത്. നമുക്ക് നിലവിൽ ഒരു അന്തിമ നിഗമനത്തിലേക്ക് എത്തുക വയ്യ. പക്ഷേ വളരെ ദാരുണമായ ഒരു അപകടം 2 യുവാക്കളുടെ ജീവൻ എടുക്കുന്നതിലേക്ക് അത് നയിച്ചിരിക്കുന്നു. ശ്രീലക്ഷ്മി. ശരി അഭിജിത്ത്.